ബീഹാർ തെരഞ്ഞെടുപ്പ് രാജ്യത്ത് ഇന്ത്യ മുന്നണിയെ സംബന്ധിക്കുന്നിടത്തോളം ജീവൻ മരണ പോരാട്ടമാണ്. ഒപ്പം അതിനെ നയിക്കുന്ന കോൺഗ്രസിനും. എന്നാൽ അവസ്ഥ എന്താണ്? കോൺഗ്രസ് പഴയതിൽ നിന്ന് ഒന്നും പഠിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഹരിയാനയിൽ കണ്ടു, ഡൽഹിയിൽ കണ്ടു, ഏറ്റവും ഒടുവിൽ ബീഹാർ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ അവിടെ കോൺഗ്രസിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ കേൾക്കുമ്പോൾ ഇവിടെയും അവസാനം കലമിട്ടുടയ്ക്കും എന്ന തോന്നൽ ശക്തമാവുകയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്നാൽ യാതൊരു അച്ചടക്കവുമില്ലാതെ സീറ്റ് നിർണയ ചർച്ചയിൽ പരസ്പരം തമ്മിലടിക്കുന്ന അവസ്ഥയെന്ന് പറഞ്ഞാൽ എത്ര പരിതാപകരമാണ്. നേതാക്കന്മാരെ പരസ്യമായി എയർപോർട്ടിലിട്ട് സീറ്റ് നിർണയ ചർച്ചയുമായി ബന്ധപ്പെട്ട് കയ്യേറ്റം ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ അവസ്ഥയെന്ന് വീണ്ടും ചോദിക്കേണ്ടി വരികയാണ്. നിയമസഭാ സീറ്റുകൾ വിറ്റു എന്നാരോപിച്ച് ബീഹാർ കോൺഗ്രസിൽ കൂട്ടത്തല്ല്. PCC നേതാക്കളെയും സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള കൃഷ്ണ അല്ലാവരുവിനെയും ഒരു വിഭാഗം പ്രവർത്തകർ ആക്രമിച്ചു. പിന്നാലെ പ്രവർത്തകർ സംഘങ്ങളായി തിരിഞ്ഞും ഏറ്റുമുട്ടി. പട്ന വിമാനത്താവളത്തിന് മുന്നിലായിരുന്നു തമ്മിലടി. കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാജേഷ് റാം ഉൾപ്പെടെയുള്ള നേതാക്കളുടെ മുന്നിലായിരുന്നു ഈ അക്രമം നടന്നത്. കേട്ടില്ലേ? ഇതിനു പുറമെ സ്ഥാനാർത്ഥി നിർണയമോ ഇതിനോടകം പൂർത്തീകരിച്ചിട്ടില്ല. ഒന്നാം ഘട്ട പോളിംഗിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി നാളെയാണ്. അതുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായിട്ട് തന്നെ പല കോൺഗ്രസ് നേതാക്കന്മാരും രഹസ്യമായി പോയി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു എന്ന വാർത്തകളും പുറത്തു വരികയാണ്. എന്തൊരു വിരോധാഭാസമാണ്! രാജ്യത്താകമാനം സംഘപരിവാറിനെ ശക്തമായി എതിർക്കേണ്ട ഒരു സംഘടനയാണ്. അതിനകത്തുള്ള നേതാക്കന്മാർ, അതും ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ പോലും അധികാരമോഹത്തോടെ നടത്തുന്ന തമ്മിൽ തല്ല് എത്ര പരിതാപകരമാണ്. ഒരു സംഘടന എന്തുകൊണ്ട് ശോഷിച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ അതിന് ഏക കാരണം ഇതുപോലെ അധികാരത്തിനോട് ആർത്തിമൂത്ത ഒരു കൂട്ടം ആൾക്കാരാണ് എന്ന ഒറ്റ കാരണം കൊണ്ടാണ്. അതുകൊണ്ടാണ് ഹരിയാനയിൽ സംഭവിച്ച വീഴ്ച ബീഹാറിലും വരുത്തുമോ എന്ന സംശയം ഉണ്ടാകുന്നത്. RJDയുമായിട്ടുള്ള സീറ്റ് നിർണയ ചർച്ചയിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. ഇപ്പോഴും പരസ്പര ധാരണയിൽ എത്താനാകാതെ കലഹിക്കുകയാണ്. ആ സന്ദർഭത്തിൽ സീറ്റ് നിർണയ ചർച്ചയിൽ പരസ്പരം കയ്യാങ്കളിയിൽ എത്തുകയും നേതാക്കന്മാരെയൊക്കെ വിമാനത്താവളത്തിൽ വെച്ചൊക്കെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് പോലെ തന്നെയാണ് ഇന്ത്യക്കകത്ത് ആകമാനമുള്ള ആ മുത്തശ്ശി പാർട്ടി എന്ന് പറയേണ്ടി വരികയാണ്. അധികാരം എന്ന് പറഞ്ഞാൽ അത് സ്വന്തം കുടുംബവാഴ്ചയാണ്, വേണ്ടപ്പെട്ടവർക്കുള്ളവരാണ്, പണത്തിന് വിൽക്കേണ്ടതാണ്. ഇതാണ് അവിടെ നിന്ന് ഉയർന്നു വരുന്ന ആരോപണങ്ങൾ. കോൺഗ്രസ് ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെ പോരാടുമ്പോഴെങ്കിലും അതിനകത്തെ നേതാക്കന്മാർക്ക് എന്താണ് ഈ രാജ്യത്തിന്റെ ഇന്നത്തെ അവസ്ഥയെന്നും ഒരു തെരഞ്ഞെടുപ്പിനെ വളരെ ഗൗരവതരമായി നേരിടേണ്ട സന്ദർഭമാണെന്ന് പോലും ചിന്തിക്കാൻ കഴിയാത്ത ഒരു കൂട്ടം ആൾക്കാർ ഇവരുടെ ഈ തമ്മിൽ തല്ല് ഉള്ള സാധ്യതകൾ കൂടി നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ത്യ മുന്നണി ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി വലിയ പ്രതീക്ഷ നൽകുകയും പിന്നീട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഓച്ചോരി ഉൾപ്പെടെയുള്ള ചില ഇടപെടലുകൾ അതൊക്കെ വലിയ ചർച്ചയായതിനു പിന്നാലെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിർണയ ചർച്ച പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. തമ്മിൽ തല്ലും കാലുവാരലെല്ലാം അരങ്ങേറുമ്പോൾ സ്വാഭാവികമായിട്ട് ബീഹാറിലും അനിശ്ചിതത്വം ഉടലെടുക്കുകയാണ്. ജനം അധികാരം താളത്തിൽ കൊണ്ട് തരാൻ ഒരുങ്ങി നിൽക്കുന്ന സന്ദർഭത്തിലും അതിനുവേണ്ടി കടിപിടി കൂടി അത് എങ്ങനെയാണ് നശിപ്പിച്ചെറിയുന്നു എന്നതിന്റെ തെളിവ് കൂടിയായിട്ടാണ് ഈ ദൃശ്യങ്ങളും ഈ വാർത്തകളും തെളിയിക്കുന്നത്.